ഇത് നമുക്ക് തുറന്നു പറയണമെങ്കിൽ കഴിയട്ടെ എന്നെനിക്ക് പറയാൻ പറ്റും. അല്ല, നമ്മൾ ആരെയും ടി വി വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന കാറ്റഗറിയിലുള്ള ആളാണ് ഞാൻ. കാരണം ടി വിയിൽ ഇപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുന്നതുകൊണ്ട് എനിക്കിത് കാണാൻ താല്പര്യമില്ല. പക്ഷെ ചില ടി വി പ്രോഗ്രാംസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മറിമായം, അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ് ഉപ്പും മുളക് ലൈറ്റ്. അത് ഫ്ലവേഴ്സ് ടി വിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ പഴയ എപ്പിസോഡ്സ് ഒക്കെയാണ് ഞാൻ കൂടുതലും കാണൽ, സത്യസന്ധമായി പറയാം. ഇപ്പോൾ ക്യാരക്ടേഴ്സൊക്കെ വലുതായി കഴിഞ്ഞതിന് ശേഷം അത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലച്ചു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. എനിക്കറിയില്ല ലച്ചു വേറെ കുറേ ഒരു സിനിമയിലും സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലച്ചു എന്ന് പറയുന്ന ഫേസ് കാണുമ്പം എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരിക ഈ ഉപ്പുമുളക് ലൈറ്റാണ്. അപ്പം കുറേ സിനിമയിലും സീരിയലും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആൾക്കാരെക്കാളും ചില സാധനങ്ങൾ ഒരൊറ്റ സീനാണെങ്കിലും മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കും. ഇപ്പം മണ്ടോദരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മുടെ ഇതിൽ എന്താ പറയുക മറിമായത്തിലെ ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം അതുപോലെ ഈ ഉപ്പുമുളക് ലൈറ്റിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള 2 കഥാപാത്രങ്ങളുണ്ട്. ജു സോബാനുവും SP ശ്രീകുമാറും. അപ്പം ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ടിട്ട് റീസെൻ്റ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിൻ്റെ പേരിൽ ഇവർ 2 പേരുടെ പേരിലും കേസൊക്കെ കൊടുത്തു, FIR ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൊക്കെ നമ്മളിത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഇവർ 2 പേരും ഈ കോൺട്രവേഴ്സിയായി ബന്ധപ്പെട്ടിട്ട് ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഇവർക്കൊക്കെ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടിയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇവർ ഇൻ്റർവ്യൂസിൽ കൂടെ ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൺവേ ചെയ്യുന്നുണ്ട്. അതിൽ ശ്രീകുമാരേട്ടൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. ആ ഇൻ്റർവ്യൂസിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, വളരെ മെച്യൂർ ആയിട്ടാണ് ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് പലതരം മാനഹാനികൾ അല്ലെങ്കിൽ മോശം കമൻറ്റുകൾ നമ്മളെക്കുറിച്ചൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചോ ഒരു സ്ത്രീനെ സംബന്ധിച്ചോ വളരെ മോശമായ ഒരു സാധനമാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിൻ്റെ വിക്റ്റിമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിലെങ്കിലും നമ്മളുടെ ഇമോഷൻ ഒന്ന് ഔട്ട് ഓഫ് കൺട്രോളിൽ പോവാം. ബട്ട് ദ വേ ഹി സ്പീക്സ് ഇൻ ദിസ് ഇൻ്റർവ്യൂ ഷോസസ്. അപ്പം എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവം ഒരു സാധാരണ ഒരു വിക്ടിം സൈഡിൽ നിന്ന് വരുന്ന ഒരു ഒപ്പീനിയനാണ് ഇത്. എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, എനിക്ക് പെങ്ങളുണ്ട്, എനിക്ക് സഹോദരിയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവരുടെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്നിൽ തെറ്റില്ല എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ്. ഓഫ് കോഴ്സ് ദാറ്റ് വാസ് റൈറ്റ്. ബിക്കോസ് നമ്മളുടെ മിസ്റ്റേക്സുകൾ നമ്മളുടെ ഫാമിലി, പ്രത്യേകിച്ച് ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു മിസ്റ്റേക്ക് അല്ല ഇത്. പക്ഷേ ഈ ഒരു ഇഷ്യൂവിൽ അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി ആളുടെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം. ഈവൻ മണ്ടോദരി എന്ന് പറയുന്ന മീൻസ് ആ ചേച്ചിയുടെ, ഞാൻ മണ്ടോദരി എന്നാണ് വിളിക്കുക, ആളുടെ യൂട്യൂബ് ചാനലിൽ ആള് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പം ലീഗൽ വശം കാരണങ്ങളാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് വരും എന്നുള്ളത്. അപ്പോൾ നല്ലൊരു കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ് മാത്രമല്ല, അത് വീഡിയോ പോലെ എടുത്ത് ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് വലിയൊരു സാധനം തന്നെയാണ്. കാരണം മൊബൈൽ ഫോണിൽ എന്തുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സൈബർ സെല്ലുകാർക്ക് നല്ല അടിപൊളിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എനിക്ക് തന്നെ റീസെൻ്റ്ലി എൻ്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തിട്ട് 2 മാസമായി. ഈ 2 മാസമായിട്ട് അവർക്ക് ഒരു കുന്തും ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ ഓരോ കേസ് വരുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡായിട്ട്, അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വളരെ ഫാസ്റ്റായിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഫോണിൽ ചെക്ക് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അറിയില്ല, അത് ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയേണ്ട ടൈം ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ കേരളത്തിലായതുകൊണ്ട് തന്നെ ഒരു കേസ് കൊടുത്ത് 10 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർക്ക് തന്നെ അറിയാം, എല്ലാ കാലത്തേക്കും പെട്ടില്ല. കാരണം എൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം.
അപ്പോൾ അവരെ കൊടുത്ത ആളിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല, ഇല്ല ഞാൻ മുറവിളി കൂട്ടി വിളിച്ച് പറയണം അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ആരും വിശ്വസിക്കത്തില്ല. അത് സത്യം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. നമ്മൾ എന്തൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഒരു നാൾ യഥാർത്ഥ സത്യം എന്തായാലും പുറത്തു വരും. ആ കോൺഫിഡൻസ് എനിക്ക് ആ ഫേസിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇന്നത്തെ സ്ത്രീകളുടെ ഏറ്റവും വലിയ വെപ്പണാണ് ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. കാരണം എവിടെ കേസ് വന്നാലും ഇപ്പോൾ ചെക്കൻ ബ്രേക്കപ്പ് ആക്കി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ കൊടുക്കും. ഒരു റിലേഷൻഷിപ്പ് ഒരു എന്തെങ്കിലും കാരണത്താൽ എൻഡായി പോയിട്ടുണ്ടെങ്കിൽ അതും ലൈംഗിക അതിക്രമം. കാരണം എവിടെയും ഇത് തന്നെയാണ്. ചിലപ്പോൾ ഇവർ പ്രണയിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെ ഇഷ്ടത്തിൻ്റെയും കൺസെൻറ്റിൻ്റെയും പുറത്ത് നടക്കുന്നൊരു കാര്യമായിരിക്കും ഇത്. പിന്നെ തെറ്റ് കഴിയുന്ന സമയത്ത് ഇതെന്തായി, നേരെ പോയിട്ടൊരു പീഡനമായി. ഞാൻ മിക്ക കേസുകളിലും ഞാൻ ഈ ഒരു സാധനം ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ലൂപ്പ് ഹോളായിട്ട് ഇന്ന് റിവെഞ്ചും ദേഷ്യവും കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സമൂഹം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയട്ടെ, സമയമുണ്ടല്ലോ, കാലം തെളിയിക്കട്ടെ. പിന്നെ എൻ്റെ വായും കൊണ്ട് ഇപ്പോൾ പുള്ളി ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോബഡി സപ്പോർട്ട്. ഈവൻ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒരിക്കലും ആൾക്ക് കിട്ടണമെന്നില്ല. സോ ആൾക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം ആൾ വന്ന് എന്ത് ചെയ്യാത്തത്, സംസാരിക്കാത്തത്. കോടതിയിൽ കേസാണ്, നടക്കട്ടെ, നടന്നു കഴിഞ്ഞിട്ട് കോടതി തന്നെ തീരുമാനിക്കട്ടെ ആളുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത്. ഇറ്റ് വാസ് എ നൈസ് തിങ്. കാരണം പ്രൂഫ് വഴി ലീഗലി വരുമ്പം എല്ലാവരും പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. നമ്മുടെ വായം കൊണ്ട് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല. ചിലപ്പോൾ ഇനി ശരിയാന്ന് തെളിയിച്ച് കഴിയുമ്പോൾ പറയും ഇതിവന് കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യില്ലേ എന്ന് പറയും. ലൈംഗിക അതിക്രമം അപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് ചടച്ചു നോക്കിയാലോ, കൈ കോങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. ഋഷിയ സിംഗ് ഇന്നിപ്പോൾ ഇത്ര സെക്കൻഡ് നോക്കിയാൽ ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഓരോ പെൺകുട്ടിയും അനുഭവിക്കുന്നുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കൊളോക്കിയലി പറയുന്നതായിരിക്കും ഒരു നോട്ടം ഒരു ഇത്ര വലിയ തെറ്റാണോ എന്നുള്ളത്. പക്ഷെ ഒരു നോട്ടം എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യും എന്നുള്ള കാര്യം അറിയോ? ഇപ്പം നമ്മൾ അത്യാവശ്യം ജീൻസും ഒരു ചെറിയ ഉറക്കമുള്ള ഒരു ടോപ്പ് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നോക്കും. അപ്പോൾ പറയും നിങ്ങളങ്ങനെ ഇടുന്നോണ്ടല്ലേ നോക്കുന്നത്. പക്ഷെ ആ നോട്ടം പലരെയും ഭയങ്കര മോശമായിട്ട് ബാധിക്കലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ 12 സെക്കൻഡ് 14 സെക്കൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പണിഷബിൾ ആണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ നോട്ടോ അല്ലെങ്കിൽ പിടിക്കുന്നതൊന്നും ലൈംഗിക അതിക്രമത്തിൽ വരുന്നതല്ല എന്നൊരു ഒപ്പീനിയനില്ല. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസ് കൊടുക്കണം, അല്ലെങ്കിൽ ചെള്ളക്കിട്ടൊന്ന് പൊട്ടിക്കണം. അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് വെറും ഒരു ലൂപ്പ് ഹോളാക്കി എടുത്തിട്ട് ആരോടും ദേഷ്യവും വാശിയും പകയും ഈഗോയും റിവെഞ്ചും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് പറയാം ഇല്ല, എന്നോട് മാത്രമേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബക്കാരോടും മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് പ്രേക്ഷകരെടുത്തോ അല്ലെങ്കിൽ ആരോ എന്നെ വിശ്വസിക്കണം ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവരോട് അംഗീകരിക്കത്തുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ് നമുക്കറിയാം ആരാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്, ആരാണ് നമ്മളുടെ അടുത്തുനിന്ന് തടി തപ്പുക എന്നുള്ളത്. ഇപ്പോൾ ശ്രീകുമാർ ആള് പറയുന്നത് പോലെ തന്നെ ആളുടെ സത്യാവസ്ഥ ആൾക്കറിയാം. അത് ആള് ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാർ അടുത്ത സുഹൃത്തുക്കളല്ലാണ്ട് ഒരാളും എന്ത് ചെയ്യില്ല, ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. അത് കോടതി കൂടെ തന്നെ തെളിവായി വന്ന് പുറത്തോട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ ഒരാൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന് അവര് ക്യാരക്ടർ പറയുള്ളൂ. അപ്പൊ എനിക്ക് ഇത് ഏറ്റയ്ക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിനാണ് ഏറ്റത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ ബുദ്ധിപൂർവമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ നിയമോപദേശം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വൺ ഓഫ് ദി മോശം ടൈമിൽ കൂടെ തന്നെയാണ് ആൾ കടന്നു പോകുന്നത്. കാരണം ഒരുപാട് മീഡിയ ആൾക്കാർ, കുടുംബത്തിൻ്റെ ചോദ്യങ്ങൾ, റിലേറ്റീവിൻ്റെ ചോദ്യങ്ങൾ, ഭാര്യയുടെ ചോദ്യം, മക്കളുടെ ചോദ്യം, മക്കൾ കുറേ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാവാം, ഭാര്യ കുറേ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ സത്യത്തിന് വേണ്ടി പോരാടുക, സത്യം തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് ഉണ്ടാക്കി പറഞ്ഞൊരു കേസാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കേസാണെങ്കിൽ മസ്റ്റായിട്ടും ഈ പറഞ്ഞ ആളുടെ മുഖം പുറത്തു കൊണ്ടുവരണം. കാരണം നിങ്ങൾ എത്രത്തോളം നാണം കെട്ടോ, നിങ്ങൾ എത്രത്തോളം കളിയാക്കിയോ, നിങ്ങൾ എത്രത്തോളം പരിഹസിച്ചോ, ഇതൊക്കെ തിരിച്ച് അയാൾക്കും കിട്ടണ്ടേ.
അയാളൊരു ദേഷ്യത്തിൻ്റെയോ റിവെഞ്ചിലോ ഒരു പോയിന്റിലോ ഒരു നിമിഷത്തിലോ തോന്നിയതിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ ഇതിന് നമ്മൾ മാത്രം ഇത് അനുഭവിക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും അവനവൻ്റെ റൈറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോവട്ടെ, ഈ കേസിനുള്ളൊരു തീരുമാനം എത്തട്ടെ. തീരുമാനം എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരുടെയും സൈഡ് പറഞ്ഞ് സംസാരിക്കാം. ഞാൻ ഇത്രയും ഭാഗം അല്ലെങ്കിൽ ഇത്രയും ക്ലിപ്പിങ്സ് ഞാൻ എടുത്ത് പറഞ്ഞത് ദ വേ ഹി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. കാരണം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ആളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ആളുടെ ഫാമിലിയും ആളുടെ മക്കളും ഈ ഒരു സിറ്റുവേഷനിൽ അണ്ടർഗോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു ചോദ്യം മതി, ഒരു നോട്ടം മതി. ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരി ചോദിച്ചാൽ മതി അന്നത്തെ ദിവസം എന്തു പറയാൻ, സ്പോയിലാവാൻ വേണ്ടിയിട്ട്. എന്തിനും ഏതിനും തെളിവ് കയ്യിലങ്ങ് വെച്ചോള്. അറിയാത്ത ആളുടെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണെങ്കിലും അറിയുന്ന ആളുടെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണെങ്കിലും തെളിവ് വെച്ചോളൂ. വാശിയും ദേഷ്യവും കൂടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു നടക്കും. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ടും അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതും അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നതും അതിൻ്റെ പേരിൽ കരിയർ നഷ്ടപ്പെടുന്നതും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ബി സ്ട്രോങ് ഇനഫ് ടു ഫേസ് ഓൾ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യാൻ നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ദേഷ്യത്തിൻ്റെയോ വാശിൻ്റെയോ ഈഗോയുടെയോ പുറത്താണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയതെങ്കിൽ അത് അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിനോട് എനിക്ക് പറയാനുള്ളത് വളരെ ഫാസ്റ്റായിട്ട് ഓരോ കേസും ഫ്രണ്ടോട്ട് കൊണ്ടുപോവുക, അതിനൊരു തീരുമാനം ഉണ്ടാക്കുക, അതങ്ങ് ക്ലോസ് ചെയ്യുക. ഇതിങ്ങനെ നീട്ടി വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നതിനനുസരിച്ച് അയാൾ കടന്നു പോകുന്ന വ്യക്തിഹത്യ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ഈ കേസിൻ്റെ ഫ്രണ്ട് വശങ്ങൾ നമുക്ക് മുന്നോട്ട് നോക്കാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാനിതിൽ പറഞ്ഞ് ആഡ് ഓൺ ചെയ്യുകയാണ് കേൾക്കാൻ വേണ്ടി. സ്ത്രീകൾ പീഡിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കുന്നത് തെറ്റാണോ ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണം. ബസ്സിൽ കയറി ഞാൻ ബസ്സിൽ പോകുമ്പോൾ എന്നോട് മോശമായി ഒരാൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ചെള്ളക്കിട്ട് കൊടുക്കണം എന്ന് അഭിപ്രായമുള്ള ആൾ തന്നെയാണ് ഞാൻ. അതിന് പ്രായമായ ആളാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും. നടന്നു പോകുന്ന സമയത്ത് നമ്മളെ മനഃപൂർവ്വം തട്ടിയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കി നാല് പറയണം എന്ന ആറ്റിറ്റ്യൂഡുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഒരു വാശിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ പുറത്ത് അനാവശ്യമായി ഇങ്ങനത്തെ കേസുകൾ കൊണ്ടുവന്ന് നാണം കെടുത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല, ആളെയും സപ്പോർട്ട് ചെയ്യല്ല, കുട്ടീനെയും സപ്പോർട്ട് ചെയ്യല്ല. ബിക്കോസ് ഞാൻ ഒരുപാട് റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള കുറേ കേസുകൾ കണ്ടിട്ടുണ്ട്. പ്രണയബന്ധത്തിലാവും, ബ്രേക്കപ്പ് ആവും, പിന്നെ അത് ആത്മഹത്യയിലോട്ട് പോകും. ആത്മഹത്യയിൽ പോയി കഴിഞ്ഞതിന് ശേഷം ചെക്കനെ പിടിക്കുന്ന സമയത്ത് സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. വെറുതെ ഒന്നും ഒരാൾക്ക് സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിയും ഇറങ്ങിച്ചെന്ന് അവർ രണ്ടുപേരും പ്രണയിച്ച സമയത്ത് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ തെറ്റി കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് സെക്ഷൽ അബ്യൂസ് ആവുക? ഇങ്ങനത്തെ കേസസിനെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടുന്ന അവസരത്തെ നമ്മൾ വെറുതെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു വാല്യൂയും ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുക. ആൻഡ് ഇതിൻ്റെ ഒരു ഫൈനൽ കേസ് റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് തെറ്റ്. നമ്മുടെ ഈ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞതിൽ ശരിയുണ്ടോ അല്ലെങ്കിൽ വെറും അഭിനയമാണോ എന്നുള്ളത് നമുക്ക് തുടർ ദിവസങ്ങളിൽ കാണാം.